മോനെ, സച്ചിയെ നീ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ലടാ. സച്ചി അങ്ങനെ പറഞ്ഞു ഓർത്ത് നീ തെറ്റിദ്ധരിക്കണ്ട. അവനെ എനിക്ക് നല്ലതുപോലെ അറിയാം. അവനൊരിക്കലും എന്നോട് അങ്ങനെ ഒരു നീതികേട് ചെയ്യാൻ കഴിയില്ല. അന്നേരം അവരെ രക്ഷിക്കാൻ അങ്ങനെ ഒരു തന്ത്രം ഉപയോഗിച്ചൊന്നല്ലാതെ അങ്ങനെ ഒരു നീതികേട് എന്നോട് കാണിക്കാൻ അവന് കഴിയില്ല. നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നോ? അനുഭവിക്കുമ്പോഴേ പഠിക്കൂ. അനൂപേ, കാര്യങ്ങളൊക്കെ ആകെ കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നേ. മധുവിനെതിരെ കേസ് കൊടുക്കരുതെന്ന് ഇന്നലെ ഞാൻ അർച്ചനയോട് പറഞ്ഞതാണ്. പക്ഷെ എന്നോടൊരു വാക്കുപോലും പറയാതെ അവർ കമ്മീഷണർക്ക് കൊണ്ടുപോയി പരാതി കൊടുത്തു. മധുവിന്റെ അഡ്വക്കേറ്റ് റാണിചന്ദ്ര വഴി കോംപ്രമൈസിന് ശ്രമിക്കാനാണ് ഞാൻ പറഞ്ഞത്. അവര് റാണിചന്ദ്രനെ ചെന്ന് കാണുകയും ചെയ്തു. പക്ഷെ ആദ്യത്തെ സിറ്റിംഗിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ വർക്കായില്ല. പക്ഷേ അടുത്ത തവണ അത് ഉറപ്പായിട്ടും സാധിക്കുമായിരുന്നു. അതിനു മുമ്പ് അവർ കമ്മീഷണർക്ക് കേസ് കൊടുത്തത് ഇതിനെല്ലാം തിരിച്ചടിയായി. അപ്പോ എന്റെ അനൂപേട്ടന് ജാമ്യം കിട്ടില്ലേ സർ? ജാമ്യം കിട്ടും, അതൊരു പ്രശ്നമല്ല. പക്ഷേ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ അനൂപിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഞാനൊരു ഡ്രാമ കളിച്ചതാണെന്ന് മധുവിന് ബോധ്യമായിട്ടുണ്ട്. എന്നാലും കമ്മീഷണർക്ക് കേസ് കൊടുത്തത് എല്ലാവർക്കും തിരിച്ചടിയാവും. ഇനിയൊരു കോംപ്രമൈസിന് മധുവിനോട് ആര് സംസാരിക്കും? എങ്ങനെ സംസാരിക്കും? ഇനിയിപ്പോ എന്താണ് സാർ ചെയ്യാൻ പറ്റുക? അർച്ചന കിട്ടിയ കുരുക്ക് അർച്ചന തന്നെ അഴിക്കണം.